നമസ്കാരം. നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയും ആനന്ദത്തോടു കൂടിയും ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പ്രതിഷേധത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പ്രതികാര ബുദ്ധിയിലുമൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന വീഡിയോസും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഈ കാലത്തിൻ്റെ ഒരു ഗതികേടാണ്. 2016 കേരളം ഉണർന്നത് കേട്ടത് പെരുമ്പാവൂരിലെ ജിഷ കൊലക്കേസാണ്. എത്ര മാരകമായിട്ടാണ് പെരുമ്പാവൂരിലെ ജിഷ എന്ന പെൺകുട്ടിയെ ആസാമിൽ നിന്ന് വന്ന് ഇവിടെ ജോലിക്ക് വന്ന ഒരാൾ അതിക്രൂരമായി കൊന്നതെന്ന് നമ്മൾ കേട്ടു. അത് 2016 വീണ്ടും 9 വർഷം കഴിയുമ്പോൾ, 2016 എന്നാലും 2020, 25 9 വർഷം കഴിയുമ്പോൾ തിരുവല്ലയിൽ നിന്ന് വീണ്ടും ആ കഥ നമ്മൾ കേൾക്കേണ്ടി വരുന്നു. ഒരു 14 വയസ്സായ പെൺകുട്ടിയും 2 വയസ്സായ പെൺകുട്ടിയും വീട്ടിലുണ്ടായിരുന്നു. ആ 14 വയസ്സായ പെൺകുട്ടി പുറത്തിറങ്ങി തുണി വിരിക്കുന്ന സമയത്ത് അയൽപക്കത്ത്, കുറച്ച് അപ്പുറത്തേക്ക് അയൽപക്കത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന 2 ചെറുപ്പക്കാർ നേരത്തെ ഈ പെൺകുട്ടി പുറത്തിറങ്ങുന്ന സമയം നോക്കി അകത്ത് കയറി അടച്ചിരിക്കുകയും പിന്നെ പെൺകുട്ടി വീട്ടിനകത്ത് കയറിയപ്പോൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം ഇളയ കുട്ടി കൂടി അവിടെ ഉണ്ടാവുകയും ആ കുട്ടി കിടന്ന് നിലവിളിക്കുകയും നാട്ടുകാർ കൂടുകയും അങ്ങനെ പ്രതിയിൽ ഒരാളെ അവിടെ വച്ച് പിടിക്കുകയും മറ്റൊരാളിനെ ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്ത് 2 പേരെയും അറസ്റ്റ് ചെയ്തത്. ഇങ്ങനെ എത്ര കേസാണ്. സൗമ്യ കേസ് വരുന്നു, അതും തമിഴ്നാട്ടുകാരനായ ഒരാളാണ്, ഗോവിന്ദസ്വാമിയാണ് ചെയ്തത്, കോയമ്പത്തൂർക്കാരനാണ് ചെയ്തത്. കേരളത്തിൽ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വളരെ പ്രമുഖമായ നഗര പട്ടണങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് അന്യസംസ്ഥാന തൊഴിലാളികളിവിടെ വന്നിരിക്കുന്നത്. ഏകദേശം 10-35 ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളം അവരുടെ ഗൾഫാണ്. കാരണം അവരുടെ നാട്ടിൽ 200-250 രൂപ ജോലി കിട്ടുമ്പോൾ ഇവിടെ 1000 രൂപ 1200 രൂപ ശമ്പളം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അവർ വലിയ സന്തുഷ്ടരാണ്. മാത്രമല്ല ഇരട്ടി ജോലി ചെയ്യാൻ അവർ തയ്യാറാണ്. രാത്രിയൊക്കെ ലേബർ വർക്കൊക്കെ ആണെങ്കിൽ രാത്രിയൊക്കെ ചെയ്യാനും തയ്യാറാണ്. അപ്പോൾ 15-20 ദിവസം ജോലി ചെയ്താൽ വലിയ കാശുണ്ടാക്കി 40,000-50,000 രൂപ ഉണ്ടാക്കി ട്രെയിനിൽ കയറി നാട്ടിൽ പോയി കൊടുത്ത് പിന്നെ 10 ദിവസം നാട്ടിൽ നിന്നിട്ട് സുഖമായി ഗൾഫിൽ പോകുന്ന പോലെ 10-20 ദിവസം മാത്രം ജോലി ചെയ്ത് ബാക്കി നാട്ടിൽ നിൽക്കാൻ കഴിയുന്ന അതീവ രസകരമായ അവരുടെ പറുദീസയായി കേരളം മാറ്റിയെടുത്തിട്ടുണ്ട്. മലയാളി സംബന്ധിച്ചിടത്തോളം അങ്ങനെ തൊഴിലെടുക്കുവാനുള്ള, കായികമായ തൊഴിലൊന്നും എടുക്കുവാനുള്ള ഒരു ആംബിയൻസ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾച്ചറല്ല നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് 35 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്, വന്നു പോകുന്നുണ്ട്. അതിലെല്ലാവരും ക്രിമിനലുകളാണെന്നോ അല്ലെങ്കിൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവരാണെന്നോ ഒരു അഭിപ്രായവും നമുക്കില്ല. പക്ഷേ ഇതിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ഗ്രാമത്തിലെ വീട്ടിൽ അല്ലെങ്കിൽ നഗരത്തിലെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ മക്കളെ, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ നിർത്തിയിട്ട് അച്ഛനും അമ്മയ്ക്കും ഓഫീസിലോ ജോലിക്കോ പുറത്ത് പോകാൻ കഴിയുകയോ ചെയ്യാത്ത ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അതാണോ കേരള മാതൃകയുടെ 2ാം പുറം, നവകേരളത്തിൻ്റെ 2ാം പുറം ഇതാണോ? 14 വയസ്സുകാരിയെ തിരുവല്ലയിലാണ് ആക്രമിച്ചതെങ്കിൽ വാളയാർ കേസും സൗമ്യ കേസും ട്രെയിനിൽ നിന്ന് ചാടിച്ച കേസും എത്ര കേസുകളാണ്. പെരുമ്പാവൂർ ജിഷയുടെ കേസുമൊക്കെ നമ്മൾ പറഞ്ഞു. എത്ര കേസുകളാണ്, എത്ര പെൺകുട്ടികളാണ് ഇങ്ങനെ ഈ കാമഭ്രാന്തന്മാരുടെ അല്ലെങ്കിൽ കാമത്തിൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവരുടെ മുന്നിലേക്ക് വീണു പോകുന്നത് എത്ര പെൺകുട്ടികളാണ്. എന്താണ് നമുക്കിവിടെ ചെയ്യാൻ കഴിയുക? തൊഴിൽ വകുപ്പാണ് ഇതിനകത്ത് ഗൗരവമായി ഇടപെടേണ്ടത്. പിന്നൊന്ന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമാണ്. ഒരു പഞ്ചായത്തിൽ ആരെങ്കിലുമൊക്കെ വന്ന് വിദേശത്തു നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് താമസിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകണം. അവർക്ക് കാർഡ് കൊടുക്കണം. കൃത്യമായ ഇടവേളകളിൽ അവർക്ക് ആരോഗ്യ പരിശോധന നടക്കണം. അവരുടെ മൂവ്മെൻറ്റുകൾ ശ്രദ്ധിക്കപ്പെടണം. അല്ലെങ്കിൽ തീർച്ചയായും ഇതൊരു മറ്റൊരു രൂപത്തിലുള്ള ഒരു പ്രദേശമായി മാറും. കുറേ ആളുകൾ ഇവിടെ വന്ന് വിവാഹമൊക്കെ കഴിച്ച് താമസിക്കുന്നു, ഓക്കെ. അല്ലെങ്കിൽ ചില ആളുകൾ ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് ഇവിടെ താമസിക്കുന്നു, വാടകയ്ക്ക് താമസിക്കുന്നു. ഒരുപാട് ആളുകളുണ്ട്. എനിക്കറിയാമെന്നുള്ള എത്രയോ ആളുകൾ ബംഗാളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ മനോഹരമായി താമസിച്ച് കേരളത്തിൽ താമസിച്ച് ജീവിതം കൊണ്ടുപോകുന്നു. അതൊക്കെ സന്തോഷമുള്ള കാര്യം. പക്ഷേ അതിനപ്പുറം നമ്മുടെ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്യുന്ന വളരെ ക്രൂരമായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് നമുക്ക് ചെറുത്തേ കഴിയൂ. നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പഴയ കാലം പോലല്ല. നമ്മൾ
ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും അയൽപക്കത്തുകാരൻ്റെ അപ്പുറത്ത് വീട്ടിൽ ആര് വരുന്നു, ആര് പോകുന്നു, എന്താണെന്നൊന്നും തിരക്കാൻ നമുക്ക് സമയമില്ല, തിരക്കേണ്ട ആവശ്യമില്ല. കാര്യം പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ തിരക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ബംഗാളികളാണ്, അവർ ഈ നാട്ടിലാണുള്ളത്. അവർ നാട്ടിലുള്ളപ്പോൾ അത് അവരായാലും ഏത് ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമൊക്കെ കുട്ടികൾക്കുമൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലാകട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാകട്ടെ അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാകട്ടെ എവിടെ കയറിയാലും, വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ പറ്റില്ല, ആരെങ്കിലും അയച്ചാലേ പറ്റും. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫേസ്ബുക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ എത്ര വികലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതിക വിദ്യ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അല്പവസ്ത്രധാരികളായ സ്ത്രീകളെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഒരുപാട് വിശാലവും വിപുലവുമായ വീഡിയോ ശേഖരങ്ങളാണ് ഫേസ്ബുക്കിലൊക്കെ റീലിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പകുതിയിലധികവും ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്, AI സാങ്കേതിക വിദ്യയിലൊക്കെ നിർമ്മിച്ചതാണ്. പക്ഷെ അത് കാണാനും കേൾക്കാനും ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിലൂടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ മദ്യപിക്കുകയും ലഹരി മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അടുത്ത് കാണുന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ തോന്നും. അതാണ് പുതിയ സാഹചര്യം. അപ്പോൾ ഈ തിരുവല്ലയിൽ പിടിച്ചവർ തന്നെ മദ്യപാനികളാണോ, പിന്നെ ഗഞ്ചാവ് ഉപയോഗിക്കുന്നവരാണോ, അതെല്ലാം ഇനി വരാൻ കിടക്കുന്നുള്ള അവർ പോലീസിലാണിപ്പോൾ. അവർ അറസ്റ്റ് ചെയ്ത് പോലീസിലാണ്, കയ്യാമം വെച്ച് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ നമ്മൾക്കറിയേണ്ടുന്നത് ഈ മദ്യം ഉപയോഗിക്കുകയും ഗഞ്ചാവ് ഉപയോഗിക്കുകയും ലഹരി പദാർത്ഥം ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഒരു വശത്ത് നോൺ വെജിൻ്റെ ഉപയോഗം വല്ലാതെ കൂടിയിട്ടുണ്ട്. കുഴിമന്തി പോലുള്ള ധാരാളമായി ഫുഡ് ഹാബിറ്റ്സ് കൂടിയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. മലയാളിയുടെയും ഇവിടെ വരുന്നവരുടെയൊക്കെ ഫുഡ് ഹാബിറ്റ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള ഫുഡ് ഹാബിറ്റ്സും ഞാനീ പറഞ്ഞ സോഷ്യൽ മീഡിയ വഴി കാണുന്ന വീഡിയോസും റീൽസും പിന്നെ ഈ മദ്യവും മയക്കുമരുന്നും ഇതെല്ലാം കൂടി ഒരുതരം കാമഭ്രാന്ത് സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലമാണ് നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്നത്. വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. അതികർശനമായ നിയമ നടപടികൾ ആവശ്യമുണ്ട്. അത് തെറ്റ് ചെയ്തതിന് ശേഷമുള്ളതല്ല, തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ, ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെ പോയി അവർക്ക് അങ്ങനെ വിലസാൻ കഴിയില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ രാജ്യം എന്നുള്ള നിലയിൽ നമുക്കെവിടെയും പോയി ജോലി ചെയ്യാം, അതുപോലെ ഇവിടെയും വന്ന് ജോലി ചെയ്യാം. ഇപ്പം നമ്മൾ ബംഗാളികളെ ഇവിടെ പിടിച്ച് വ്യാപകമായി നിയമവിധേയമാക്കി പീഡിപ്പിച്ചാൽ ഇവിടുത്തെ മലയാളികൾ ബംഗാളിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ പല സ്റ്റേറ്റുകളിലുമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു നിരീക്ഷണം തീർച്ചയായിട്ടും ആവശ്യമാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡനം അല്ലെങ്കിൽ കുട്ടികളുടെ പോപ്സോ കേസുകൾ, ഇതൊക്കെ 14 വയസ്സെന്നൊക്കെ പറയുമ്പോൾ പോപ്സോ കേസിലാണ് കയറുന്നത്. പോപ്സോ കേസും അതുപോലെ തന്നെ കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുന്നത് ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. പണ്ട് നമ്മൾ പറയുമായിരുന്നു സ്ത്രീകളെ കുറിച്ച് മോശമായി സാധനം, ചരക്ക് അല്ലെങ്കിൽ ഭോഗവസ്തു എന്നൊക്കെ പറയുമായിരുന്നു, ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് കുട്ടികൾ പറയും. പക്ഷേ ഇപ്പോൾ അത് റിയലിസ്റ്റിക്കായി യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ കാണുകയാണ്. സ്ത്രീ എന്ന് പറയുന്നത്, സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഉപഭോഗ വസ്തുവായി മാത്രം മാറുന്ന, അതിലേക്ക് സ്ത്രീകളെ കിട്ടിയില്ലെങ്കിൽ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്കുള്ളൊരു പുതിയ സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഏത് കേസെടുത്താലും അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളത് വലിയൊരു ഗൗരവമായ വിഷയമാണ്. എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് പണിയെടുക്കുന്ന 35 ലക്ഷം പേരെയും നമുക്ക് അടച്ചാക്ഷേപിക്കേണ്ട ഒരു കാര്യമില്ല. അവർ ഒരുപാട് പേർ സത്യസന്ധമായി ഇവിടെ ജീവിക്കുന്നു. പക്ഷേ കുറേ കള്ളന്മാരും കാപാലികന്മാരുമുണ്ട്. അവരെ നമുക്ക് കയ്യാമം വച്ചേ കഴിയൂ. അതിനുള്ള എന്ത് നടപടികളാണ് നയപരവും നിയമപരവും ധാർമ്മികവും ഒക്കെ ആയിട്ടുള്ള എന്ത് നടപടിയാണ് ഗവൺമെൻറ് എടുക്കുന്നു അല്ലെങ്കിൽ പഞ്ചായത്തിൽ എടുക്കുന്നു എന്നറിയുവാനാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് താല്പര്യം.